അതിനെന്താ പറയാ, ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നാണമാണ് ഫുള്ള്. SN സീസൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കുറെ നാളിന് ശേഷമാണ് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കണേ. കുറെ നാളായിട്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റാണ്ടായില്ല. കുറച്ച് ഓട്ടത്തിലും തിരക്കിലൊക്കെ ആയിപ്പോയി. കൂടാതെ എടുക്കാൻ വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥയിലും കാര്യങ്ങളായിരുന്നില്ല. പിന്നെ ജോലി തിരക്കും കാര്യങ്ങളും വീട്ടിലാണെങ്കിലുള്ള കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി. അപ്പോൾ അതെന്താണ് ഇത്ര നാൾ ഇടാണ്ടിരുന്നത് എന്ന് പറയാനും കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കണം. പിന്നെ ഇന്നോട്ട് ഇനി ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം, മുടക്കില്ലാണ്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ അതെന്താണ് എടുക്കാൻ പറ്റാത്തതെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ, അവർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണം. എന്നാലും ഇനി ബാക്കി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ വരുമ്പോഴത്തേക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. അപ്പോൾ അതെന്താന്നുള്ള കാര്യം പറയാതൊരു സന്തോഷ വാർത്തയാണ്. ഞാൻ ഒരു അച്ഛനാവാൻ പോകുന്നു ഗായ്സ്. അച്ഛൻ വൈബ് പിടിച്ചു തുടങ്ങിയേക്കാണ്. അപ്പൊ അമ്മയാവാൻ പോകുന്ന ആളെ കാണിച്ചു തരാം. കുറച്ച് ലേറ്റ് ആയി പോയി നിങ്ങളുടെ അടുത്ത് പറയാനറിയാം, എന്നിട്ട് ആളെ കാണിച്ചു തരാം. വരൂ സഹധർമ്മിണി. കുണുങ്ങി വരുന്നുണ്ട്. നാണമാണ് ഫുള്ള്. പിന്നെ വീഡിയോ എപ്പോൾ എടുക്കാൻ പോകുന്ന ഞങ്ങൾ തമ്മിൽ അടിയായിരിക്കും. ഇദ്ദേഹത്തിന് അപ്പോ എന്താ പറയാ, ഛർദിലും ബഹളം ഗ്യാസ് കയറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞ വരും, അടിയാവും. അങ്ങനെ പിന്നെ അടി പ്രഗ്നൻസി ടൈമില് മൂഡ് സ്വിങ്സ് നമുക്ക് അതിനെ ഓമന പേരിട്ട് വിളിക്കാം അല്ലേ. എടുത്തു തുടങ്ങുമ്പോഴത്തേക്കും അടിയാവും. അപ്പോഴേക്കും അവിടെ ചേർത്തും. പിന്നെ കുറെ നാള് പറഞ്ഞ് ഞാൻ ക്യാമറ ആയിട്ട് വരുമ്പോഴത്തേക്കും അടിയാണോണ്ട് ഇനി അത് പ്രശ്നം രൂക്ഷമാവണമെന്ന് കണ്ടപ്പോ ഞാൻ തന്നെ പിന്നെ എന്റെ പറച്ചിലും കാര്യങ്ങളും നിർത്തി. ഒരു 3-4 മാസമായി തോന്നുന്നു ഇത് നിർത്തിയിട്ട്. 6 മാസമാണ്. ആകെ 500 സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തേ ഉണ്ടായുള്ളൂ. അതിന് 2 പേര് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പണിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എടുക്കാനുള്ളതല്ല. പിന്നെ ഹോസ്പിറ്റല് കാര്യങ്ങള്, ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോക്ക്, എന്റെ വീട്ടില്, അങ്ങനെ ഓരോന്ന് നടന്നു. പക്ഷെ എന്തായാലും നമ്മുടെ ആ ഒരു ആദ്യം തൊട്ടുള്ള ജേർണി നമുക്ക് കാണിക്കാം. സ്കാനിങ് റിപ്പോർട്ടും അത് നമ്മൾ ഇവിടെ തന്നെ ഒരു ക്ലിനിക്കിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും കൂടി കാണിക്കണതാണ്. ഫസ്റ്റ് സ്കാനിങ് നമ്മളിത് അറിഞ്ഞത് എന്നായിരുന്നു, മാർച്ച് 26-നാണ്. 25th ഒക്കെ ആയപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു. പിന്നെ 26 2 ദിവസം കഴിയട്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ 26-ാം തീയതി രാവിലെ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം ആ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അല്ല, ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇതൊന്നും എടുക്കാണ്ട ഇരുന്നത്. പക്ഷെ എല്ലാവർക്കും ഏകദേശം അറിയാം. പക്ഷെ കുറെ പേരൊക്കെ ഇത് അതിജീവിച്ചിടുന്നവരും ഉണ്ട്. അവർക്കൊരു സല്യൂട്ട് കൊടുക്കാണ്ടിരിക്കാനും പറ്റൂല. പ്രശ്നങ്ങളും വിഷമങ്ങളും എന്താ പറയാ, ദേഷ്യം ഇതിന്റെ ഇടയിൽ കൂടി എടുത്തിടുന്നവരും ഉണ്ട്. അവർ സമ്മതിച്ചേ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു 2 മന്ത് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു സിക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ഗ്യാസിന്റെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3rd മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഛർദി തുടങ്ങിയത്. അതൊരു ഭീകര ഛർദിയായിരുന്നു. ആ 3rd മന്ത് കംപ്ലീറ്റ് ഭയങ്കര ഛർദിയായിരുന്നു. പിന്നെ 4th അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 6 മന്ത് കഴിയാറായി. അടുത്ത മാസമാണ് 7-ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ്. 8-ാം തീയതി, സെപ്റ്റംബർ 8-ാം തീയതിയാണ്. ആരെയും ക്ഷണിക്കണില്ല എന്ന് പറയാനുള്ള. അമ്മ വന്നെ, അമ്മയ്ക്ക് എന്താ പറയാനുള്ള പറഞ്ഞിട്ട്. അമ്മക്ക് നാളെ അമ്മ വന്നില്ല, നമ്മളെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് വന്നില്ല എന്ന്. ഇതിന്റെ ഇതായിട്ട് നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് സന്തോഷിക്കാം. പകുതി കഴിച്ചു വെച്ചാൽ അത് ഇതിനായിട്ട് കൊതി. അമ്മ വരൂ, നാണിക്കാതെ വരൂ. അമ്മയുടെ ഒരു പിറ്റ് എടുത്താലോ? അപ്പൊ ഇനി ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടല്ലോ. സൗണ്ട് ക്ലിയർ ആവണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട്. ഇതിൽ ബേബിയുടെ ഫോട്ടോ അടുത്തുകൊണ്ട് ഇതിലാ മാർക്ക് ചെയ്താണ്. മാർക്ക് സൂം ഔട്ട് ആവണ്ടോ ഇല്ലെന്ന് അറിയില്ല. സോറി, ഇങ്ങനെ
ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാവും. എല്ലാം മാർക്ക് ചെയ്തണ ഒരു ഇൻഡു മാർക്ക് ചെയ്തണ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് 4 വീക്കും 6 days അത്രയും വളർച്ചയായിട്ടുണ്ടായുള്ളൂ. ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ടാണ്. ഇതില് പിക്ചർ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പിക്ക് ഒപ്പം ആഡ് ചെയ്യാം നമുക്ക്. നെറ്റിയിലൊരു പൊട്ട് പോലത്തെ വന്നോത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മള് 4 ആഴ്ച 6 ദിവസം അത്രേ ഉണ്ടുള്ളൂ. പിന്നെ ഈ ഓക്സാക്കും അതൊന്നും ഡെവലപ്പായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ അവസ്ഥയെ കൂടി കടന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇപ്പൊ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് December 4 LMP വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആ ഡേറ്റ് വെച്ചിട്ട് December 4 ആദ്യം നമ്മള് ഇവിടത്തെ ഒരു ക്ലിനിക്കിൽ പ്രേമ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഇനിയിപ്പോ 7ാം മാസം മുതല് വേറെ ചെക്ക് ചെയ്തപ്പോ അമൃതയില് കണ്ടു. അമൃതയിൽ നല്ലതാന്ന് കണ്ടു. ഇപ്പൊ അമൃതയിലേക്ക് മാറ്റിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ മാസം ലാസ്റ്റ് ഡോക്ടർ കെ രാധാമണി ആ മാമിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ നമ്മള് പോകുള്ളൂ. ഇനിയിപ്പോ ഈ മാസം അവസാനം August 30 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് കാണിക്കാനായിട്ട് അന്ന് നമ്മള് പോകും. ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഇന്നത്തോടെ നമ്മള് ഇനിയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ പകുതി ആളുകൾ അധികം കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ എല്ലാവരും റെഗുലറായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇതാക്കണം. പിന്നെ ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം വേണം അല്ലേ? ഓക്കെ.